हाँ, एम्स अच्छा है। एम्स के लिए रेफ़र करवाया कि हैं डॉक्टर साहब। हाँ। നമസ്കാരം. കരുണ മനസ്സുകളെ പിടിച്ചുലയ്ക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. മാതലിനടുത്ത് വൈപ്പിര്യത്ത് ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷന്റെ ഒരു ലേബർ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ മെയ് 24-ന് ഇവിടുത്തെ ജോലിയുടെ ഭാഗമായി ഒരു വാഹനാപകടത്തിൽ റോഷൻ കുമാർ എന്ന് പറയുന്ന ബീഹാർ സ്വദേശിയായ 23-കാരന് വലിയൊരു അപകടം സംഭവിക്കുകയും പരിയാരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ റോഷൻ കോമയിലാണ്. വളരെ പരിമിതമായ ലേബർ ക്യാമ്പിന്റെ ആ ഒരു ചുറ്റുപാടിലാണ് റോഷൻ ഇപ്പോൾ കഴിയുന്നത്. റോഷനെ തിരിച്ച് ബീഹാറിലേക്ക് തന്നെ അയക്കാനാണ് മേഘ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 50,000 രൂപ മാത്രം നൽകി ട്രെയിനിൽ കയറ്റി അയക്കുക എന്നൊരു തീരുമാനത്തിലായിരുന്നു മേഘ ഉണ്ടായിരുന്നത്. ഇതറിഞ്ഞാണ് മാതൽ ആലപ്പടമ്പിലെ സി ദിവാകരൻ, കാങ്കോലിലെ ഹരിദാസ് എന്നിവർ നമ്മുടെ ഫസ്റ്റ് വണ്ണിന്റെ ക്യാമറ ടീമൊക്കെ ഇന്ന് മെഗാ കൺസ്ട്രക്ഷന്റെ ഈ ലേബർ ക്യാമ്പിലേക്ക് എത്തിയത്. വളരെ കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ കാണാനുണ്ടായിരുന്നത്. ഒരു എയർ ബാഗ് പോലും ഇല്ലാതെ ബെഡ് സോർ ബാധിച്ച് പുറത്തൊക്കെ വ്രണങ്ങളുമായാണ് ഈ റോഷൻ എന്ന് പറയുന്ന 23-കാരൻ കിടക്കുന്നുണ്ടായത്. അവിടുത്തെ ആ ഒരു പരിതസ്ഥിതി കണ്ടപ്പോൾ ഏറ്റവും ആദ്യത്തെ ആവശ്യം ഒരു എയർ ബെഡ് ആണ്. റോഷനെ എത്രയും പെട്ടെന്ന് ഒരു എയർ ബെഡിലേക്ക് കിടത്തണമെന്ന് ഹരിദാസ് അതുപോലെ ദിവാകരൻ എന്നിവർക്ക് തോന്നുകയും അധികൃതരോട് പറഞ്ഞ് ഇവരുടെ നേതൃത്വത്തിൽ തന്നെ അപ്പോൾ തന്നെ ഒരു എയർ ബെഡ് എത്തിക്കുകയും റോഷനെ മാറ്റി കിടത്തുകയും ഒക്കെ ചെയ്തു. ശേഷം പയ്യന്നൂർ MLA കുഞ്ഞികൃഷ്ണൻ ഇടപെട്ട് പോലീസിനെ വിളിച്ചു. പോലീസുകാരുടെ ഭാഗത്തു നിന്ന് മെയ് 24-ന് കഴിഞ്ഞ ഈ ഒരു അപകടത്തിൽ ഇതുവരെ FIR പോലും ഇട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ നടത്തണമെങ്കിൽ FIR എങ്കിലും ഇട്ടിരിക്കണം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഒരു തൊഴിലാളി മെയ് 24-ന് രാത്രി വെച്ചിട്ട് ആക്സിഡന്റ് പറ്റുകയും അതൊരു കോമ സ്റ്റേജിലെത്തി അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് ആവശ്യമായ ചികിത്സാ സഹായങ്ങളും സൗകര്യങ്ങളും കൊടുക്കാതെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വന്ന സമയത്ത് അതേപോലെ തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. ആവശ്യമായ ഒരു സൗകര്യം അവിടെ ഇല്ല. ഒരു അലക്ഷ്യമായ റൂമിൽ നല്ല ബെഡോ വാട്ടർ ബെഡോ ഇല്ല. ആൾ ഒരുപാട് 1 മാസത്തോളമായി കിടക്കുന്നതായിട്ട് തൊലിയൊക്കെ പൊട്ടാൻ പാകത്തിൽ നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നത്. അവർ ഇടപെട്ടപ്പോൾ വാട്ടർ ബെഡ് കൊടുത്തിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അവർക്ക് ഒരു തൊഴിലാളിക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒരു കമ്പനി ചെയ്യേണ്ട മിനിമം മര്യാദകൾ പാലിച്ചിട്ടില്ല എന്നാണ് ഇതിനകത്ത് നമ്മൾ വന്നപ്പോൾ കാണുന്നത്. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അതെ, ഇത് ഒരു ഒരു മനുഷ്യാന്തസ്സിൻ്റെ പ്രശ്നം കൂടിയാണ് ശരിക്കും ഇതിൽ വരുന്നത്. കാരണം ഒരു തൊഴിലാളി ഇത്രകാലം പണിയെടുത്തൊരു തൊഴിലാളി തൊഴിലെടുത്തെന്നാണ് ശരിക്കും അപകടം പറ്റുന്നത്. അതിന് മതിയായ നഷ്ടപരിഹാരം എന്തായാലും ആ കുടുംബത്തിന് കിട്ടിയേ പറ്റൂ. കാരണം ഏൺ ചെയ്യുന്ന ഒറ്റ ഒരാളാണ് ഇയാൾ. ദരിദ്ര കുടുംബമാണ്. പിന്നെ ഇവർ പറ്റുന്ന എയിംസിലേക്ക് മാറ്റാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ എയിംസിലേക്ക് മാറ്റുമ്പോൾ മതിയായ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഇതും മാനദണ്ഡങ്ങളും പാലിച്ചിട്ട് മാത്രമേ മേഘ കമ്പനി അത് ചെയ്യാവൂ. ഉദാഹരണത്തിന് പിന്നെ സൗകര്യങ്ങളിൽ നേഴ്സിലെ ആംബുലൻസ് വേണം, നേഴ്സ് വേണം അസിസ്റ്റ് ചെയ്യുന്നതിൽ. പിന്നെ മികച്ച നഷ്ടപരിഹാരം ആ തൊഴിലാളിക്ക് കിട്ടേണ്ടതാണ്. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒട്ടേറെ തൊഴിൽ സംഘടനകളുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുണ്ട്. പക്ഷെ ഇവരാരും ഇതുവരെയും റോഷൻ കുമാറിന്റെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് കണ്ടിട്ടില്ല. ഈ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കാനുള്ളതും ഒരാവശ്യമാണ്. വെറും ഒരു 50,000 രൂപ കൊടുത്ത് കൈ കഴുകാം എന്നുള്ള മേഘയുടെ ഉദ്ദേശം നടത്തരുത്. കൃത്യമായ ഒരു നഷ്ടപരിഹാരം റോഷനും കുടുംബത്തിനും വേണം. റോഷൻ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു. വളരെ ചെറിയ ഒരു അനിയനും അനുജത്തിയും ഒക്കെയാണ് റോഷനുള്ളത്. വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വവുമായിരുന്നു കേരളത്തിലേക്ക് അദ്ദേഹം വണ്ടി കയറിയിരുന്നത്. ഇനി കോമ സ്റ്റേജിൽ തന്നെ തുടരുന്ന റോഷന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമെങ്കിലും എത്തിക്കാൻ കഴിയണമെന്ന് മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.